ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആയിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഡൗ ജോൺസ് അതുപോലെ തന്നെ S&P 500 നാസ്ഡാക്ക് ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 13.19 വെള്ളിയാഴ്ച അത് 13.06 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യ മെജോറിറ്റി വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഗോൾഡ് ക്ലോസ് ചെയ്തത്. $2176.4 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ $2171 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ്. ഇന്നലത്തെ ക്ലോസിംഗ് $86.06 പെർ ബാരലാണ്. ഇന്ന് മോർണിംഗിൽ പക്ഷേ $86.4 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ്. അമേരിക്കയിൽ മേജറായിട്ടുള്ള അപ്ഗ്രേഡ് ന്യൂസ് എന്ന് പറഞ്ഞ് NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസ് ടാർജറ്റ് JP Morgan ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. $1150 പെർ ഷെയർ ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ ഇൻ്റലിലും AMDയിലും ഉണ്ടായിരുന്നു. ചൈനീസ് ഗവൺമെൻറ് ഡിസിഷനാണ്. ഇൻ്റലിൻ്റെയും AMDയുടെയും ചിപ്പുകൾ വെച്ചിട്ടുള്ള മെഷീൻസ് ഒന്നും ചൈനീസ് ഗവൺമെൻറ് ഓഫീസുകളിൽ ഏപ്രിൽ മാസം മുതൽ ഉപയോഗിക്കരുതെന്നുള്ളൊരു ഡയറക്റ്റീവ് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു സ്ലൈറ്റ് ഇമ്പാക്റ്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും ഒരു മിക്സഡ് ട്രെൻഡാണ് സെമി കണ്ടക്ടർ രംഗത്ത് അമേരിക്കയിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. NVIDIA ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും NVIDIA മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ഇനി ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ അനലിസ്റ്റുകളെല്ലാം തന്നെ ഗോൾഡിൻ്റെ ടാർജറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത് $2300 പെർ ഔൺസ് ആയിരിക്കും ഈ വർഷത്തെ ക്ലോസിംഗ് ലെവൽ എന്നാണ് പറയുന്നത്. ഡിസംബർ 2024 കൂടിയിട്ട്. ഇതിന് മുമ്പ് JP Morgan 2500 ടാർജറ്റായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ഒപ്പം ഇന്ത്യയിൽ നിന്ന് ഗോൾഡ് പ്രൈസ് ഒരു അപ്റ്റിക്ക് കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം വെള്ളിയാഴ്ച നമ്മുടെ റുപ്പി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫർദർ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റിൽ റുപ്പിയുടെ മൂവ്മെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റുപ്പിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള മൂവ്മെൻറ്റും കൂടി ഇന്ത്യൻ ഗോൾഡ് പ്രൈസിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ട്രെൻഡാണ്. ചൈനീസ് മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഇപ്പോൾ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കൊറിയൻ മാർക്കറ്റ് 2 ഇയർ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് ട്രെൻഡ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ നമ്മൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ മിൻഡ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഉണോ മിൻഡ, വേദാന്ത ലിമിറ്റഡ്, ഇതൊക്കെയാണ് നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ്. അതായത് സ്റ്റോക്കുകളിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സ്റ്റീൽ പ്രൈസ് സെക്കൻഡ് ഹാഫ് തൊട്ട് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അപ്പോൾ സ്റ്റീൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള മാനുഫാക്ചറിങ് റിലേറ്റഡ് ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് CNC മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചാണ്. ലോകേഷ് മെഷീൻസ്, ജ്യോതി CNC, മാക് പവർ CNC മെഷീൻസ് ലിമിറ്റഡ്, LNW, സീമൻസ്, ആസാദ് എഞ്ചിനീയറിംഗ്. ഈ സ്റ്റോക്കുകളൊക്കെ അടുത്ത മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. ഇന്ന് നമ്മൾ പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസസ് ആണ്. ഈ കമ്പനി റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ സൗത്ത് അമേരിക്കൻ കമ്പനികൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഡിസ്കഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3-4 വർഷം എടുക്കാം വന്ദേ ഭാരത് ട്രെയിനുകൾ എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന റൈസാണ്. ധാരാളം മറ്റു ഓർഡേഴ്സും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. റൈസിനെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. മാരുതി അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ പുതിയ സ്വിഫ്റ്റും ഡിസയറും ലോഞ്ച് ചെയ്യാണ്.
ആണ്. 35 കിലോമീറ്റർ തൊട്ട് 40 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് എക്സ്പെക്റ്റേഷൻ. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് മാരുതിനെ സംബന്ധിച്ച്. കാരണം വലിയ ഒരു ബുക്കിംഗ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് വെഹിക്കിൾസിന്. അതുകൊണ്ട് തന്നെ മാരുതി വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ ഓവറോൾ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിൻ്റെ ചൈനീസ് വൺ പോളിസിയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് വിയറ്റ്നാമിനുണ്ടാവുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള 2 പ്രാവശ്യമാണ് വിയറ്റ്നാം പ്രസിഡന്റ് രാജിവെച്ചിട്ടുള്ളത്. അവിടുത്തെ പാർട്ടിയിലുള്ള ഇഷ്യൂസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസ്, US അടക്കമുള്ള പല കൺട്രീസ് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ ചൈനീസ് +1 പോളിസിയിൽ ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് അത് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ചോക്ലേറ്റ് കമ്പനികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഡേയ്സാണ് ഹെഡ്. കാരണം എന്താ വെച്ചാൽ കൊക്കോ പ്രൈസ് $9,000 പെർ ടണ്ണായിട്ട് ഉയർന്നിരിക്കുകയാണ്. $10,000 പെർ ടണ്ണിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. ധാരാളം ഷോർട്ടേജാണ്, സപ്ലൈ ഷോർട്ടേജാണ് കൊക്കോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിലും ധാരാളം കൊക്കോ ചെടികൾക്കൊക്കെ ധാരാളം കേടും വന്നിട്ടുണ്ട്. അപ്പോൾ ഫർദർ കപ്പാസിറ്റി അഡീഷനൊന്നും ഇല്ല. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് അത് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് പൊതുവേ ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് മിനറൽ ഓപ്ഷൻ 38 ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻ്റെ ഇനീഷ്യൽ റിസൾട്ട് വന്നിട്ടുണ്ട്. 7 ബ്ലോക്കുകൾ ആരും ബിഡിങ്ങിനില്ല. പ്രത്യേകിച്ച് JNKയിലെ ലിഥിയം ബ്ലോക്കിലും ആരും ബിഡിങ്ങിന് ഇല്ല. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ന്യൂസാണ്. പക്ഷേ സെക്കൻഡ് ലെഗ് റിസൾട്ടുകൾ കാത്തിരുന്ന് നമുക്ക് നോക്കാം. അതിലാരെങ്കിലും ബിഡിങ്ങിന് വരികയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കും അതാത് കമ്പനികളിൽ മേൽ. അല്ലാത്ത പക്ഷം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് മിനറൽ റിലേറ്റഡ് സെക്ടറിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. HALന് ഗയാന ഡിഫൻസിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2 ഹിന്ദുസ്ഥാൻ 228 കമ്മ്യൂട്ടർ എയർക്രാഫ്റ്റ് സപ്ലൈ ചെയ്യാൻ 194 കോടിയാണ്. അപ്പോൾ HALന് ഇൻ്റർനാഷണൽ ഓർഡേഴ്സും കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അഡാനി പോർട്ട് 95% സ്റ്റേക്ക് വാങ്ങാണ് ഗോപാൽപൂർ പോർട്ട് ഒഡീസയിൽ നിന്ന്. ഷപ്പൂർജി പല്ലൺജി ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. ഇപ്പോൾ 15ാമത്തെ പോർട്ടായിട്ട് മാറും ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ 4 പോർട്ടുകൾ അഡാനിക്ക് പുറമേ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 19 പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ജയൻ്റായിട്ട് അഡാനി പോർട്ട് മാറിയിരിക്കുകയാണ്. അഡാനി പോർട്ടിൻ്റെ അണ്ടറിൽ റെയിൽവേ ഡിവിഷനും ഉണ്ട്, ലോജിസ്റ്റിക് ഡിവിഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭാവിയിൽ ഒരു ഡീമർജർ നമുക്ക് റെയിൽവേ ഒക്കെ അഡാനി പോർട്ടിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അഡാനി പോർട്ടിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. HG ഇൻഫ്ര കൺസോർഷ്യത്തിന് ഒരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജോധ്പൂർ വിദ്യുത് വിതരൺ നിഗം ലിമിറ്റഡിൽ നിന്നാണ് 534 കോടി രൂപയാണ്. HG ഇൻഫ്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഇന്ത്യ ഹൈദരാബാദിൽ ബജാജ് ഇലക്ട്രോണിക്സ് എന്നുള്ള ബ്രാൻഡിൽ ഒരു പുതിയ കമേഴ്സ്യൽ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഏഷ്യർ മോട്ടേഴ്സ് നെതർലൻഡ്സിൽ ഒരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കിപ്പർ നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്ക് ആയിരുന്നു. പവർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കാണ്. പ്രൊമോട്ടേഴ്സ് മാർക്കറ്റിൽ നിന്ന് ഇതിൻ്റെ സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിപ്പറിനെ സംബന്ധിച്ച് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. RVNL എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ടൊരു കരാറിൽ എത്തിയിട്ടുണ്ട്. 229.43 കോടി രൂപയുടെ ഓർഡറും കിട്ടിയിട്ടുണ്ട്. കൽക്കട്ടയിൽ പുതിയ അണ്ടർപാസുകളും സബ്വേസും ഉണ്ടാക്കാനുള്ള ഓർഡറാണ്. പോസിറ്റീവ് ന്യൂസാണ്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് അടുത്ത 4 വർഷത്തിനുള്ള 6,000 കോടിയും കൂടി സ്പെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അവരുടെ ബിസിനസ് ടേൺ ഓവർ നിൽക്കുന്നത് 2,268 കോടിയാണ്. അത് 8,000 കോടിയായിട്ട് ഉയർത്താനാണ് വലിയ രീതിയിലുള്ള റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ് പ്ലാൻ ചെയ്യുന്നത്. ലോങ് റണ്ണിൽ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി 2 ദിവസം, ഇന്നത്തെ അടക്കം 3 ദിവസം ട്രേഡിംഗ് ഉള്ളൂ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാണ്. മാർക്കറ്റിൽ ഈ ക്വാർട്ടർ എൻഡ് ചെയ്യാണ്. ഏപ്രിൽ മുതൽ Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങാം. നമ്മളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഈ റിസൾട്ട് എക്സ്പെക്റ്റേഷനിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവും.
ഉണ്ടാവാം, ഇലക്ഷൻ ന്യൂസ് റിലേറ്റഡ് വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഓടിയിട്ട് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വോളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടാവാം. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മുന്നേറുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.